ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. നന്ദുമോൻ ഇപ്പോഴും ബാത്റൂമിനകത്താണ് ഉള്ളത്. നമ്മുടെ നന്ദ വന്നു. നന്ദ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ കുട്ടീനെ പുറത്തിറക്കാനായിട്ട്. ഈ സമയം നമ്മുടെ ഗൗതമും പിങ്കിയും അരികിൽ നിൽപ്പുണ്ട്. അങ്ങനെ ലാസ്റ്റ് പ്രയോഗം എന്ന് പറയുന്നത് കുട്ടിയോട് ചോദിക്കുകയാണ്, നിന്റെ പപ്പ സ്നേഹിക്കുന്ന പോലെ നിന്റെ ക്ലാസ്സിലെ കുട്ടികൾ ആരെങ്കിലും ഇത്ര സ്നേഹം കിട്ടി വളരുന്നുണ്ടോ? അതുപോലെ നിന്റെ അമ്മ സ്നേഹിക്കുന്ന പോലെ ആരെങ്കിലും ഒരു മകളെ അല്ലെങ്കിൽ മകനെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി പറഞ്ഞു, ഗൗരിമോളെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഡോക്ടർ ആന്റി എന്ന് പറഞ്ഞപ്പം, അതെ അത് ശരിയാണ്, അതുപോലെ തന്നെയല്ലേ പിങ്കി മോനെ സ്നേഹിക്കുന്നത്. മോന്റെ യഥാർത്ഥ അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലും പിങ്കിയും അതുപോലെ ഗൗതം സാറും ഒക്കെ മോനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മോൻ അതിനകത്ത് ഇരിക്കരുത്. ഈ ഡോക്ടർ ആന്റി പറയുന്നത് മോനൊന്ന് കേട്ടെ, മോൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, എന്നിട്ട് ഇവരുടെ സ്നേഹം മോനൊന്ന് കണ്ടേ. മോനല്ലേ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാഗ്യമുള്ള കുഞ്ഞ്. മോന്റെ കാലിന് വയ്യെങ്കിൽ എന്താ, മോന്റെ പപ്പ മോനെ ട്രീറ്റ്മെന്റ് നടത്തി മീറ്റിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കല്ലേ. അതുകൊണ്ട് മോന് മീറ്റിൽ പങ്കെടുക്കണ്ടേ. മീറ്റിൽ പങ്കെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മോന് ഇറങ്ങി വരണം, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ മോന് മനക്കരുത്തുണ്ടാകണം. അതല്ലേ വേണ്ടത്. ദേ നന്ദുമോന് വെറും നന്ദുമോനല്ല, ഒരു സ്പോർട്സ്മാനായ നന്ദുമോനല്ലേ. അപ്പൊ പിന്നെ ഡോക്ടർ ആന്റി പറയുന്നത് കേക്ക്, മോൻ ഇറങ്ങി വന്നേ എന്നൊക്കെ പറയാണ്. ഏതായാലും കുട്ടി ലാസ്റ്റ് ഇറങ്ങി വരിക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. വന്ന ഉടനെ തന്നെ നമ്മുടെ പിങ്കി ആ കുട്ടീനെ വാരി കോരിയെടുത്ത് ഉമ്മ വെക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ ഗൗതമും വാരി കോരിയെടുത്ത് ഉമ്മ വെക്കുന്നു. അപ്പം നന്ദുമോനോട് നന്ദ ചോദിക്കുക, കണ്ടില്ലേ മോന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും മോനോട് എന്ത് സ്നേഹമാ. ഇതുപോലെ സ്നേഹമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഗൗരിമോളെ പോലും ഇങ്ങനെ സ്നേഹിക്കുന്നില്ലല്ലോ. അപ്പൊ മോൻ എന്ത് ഭാഗ്യവാനാന്ന് നോക്കിക്കേ. മോന് സ്നേഹിക്കാൻ ഈ വീട്ടുകാരെല്ലാം ഇല്ലേ. ദേ നമ്മുടെ ഗൗരിമോളുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഗൗരിമോളെ സ്നേഹിക്കാനായിട്ട് ആരാ ഉള്ളത്? അതുപോലെയാണോ മോനെ സ്നേഹിക്കാനായി വീട്ടില് മുത്തശ്ശനും മുത്തശ്ശിയും അച്ചമ്മയും അതുപോലെ എത്ര പേരാ ഉള്ളത്. പിന്നെ ഏറ്റവും സ്നേഹനിധിയായ പിങ്കി അമ്മയും പിന്നെ ദേ ഈ പോലീസാറായ നിന്റെ ഗൗതം പപ്പയും ഇല്ലേ. നിന്റെ പപ്പ പോലീസാണെന്ന് എല്ലാവരോടും നീ അഭിമാനത്തോടു കൂടി പറയാറില്ലേ. അപ്പം അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്കും പറയണ്ടേ. അതിന് എൻ്റെ നന്ദുമോൻ എന്താ ചെയ്യേണ്ടത്? അമ്മേനെയും പപ്പേനെയും സ്നേഹിക്കണം. അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ അവരുടെ താങ്ങായി തണലായി മോൻ നിൽക്കണ്ടേ. മോനെ അവരതുപോലെ സ്നേഹിക്കുന്നില്ലേ, പരിഗണിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയും, അതെ എൻ്റെ പപ്പയാ, എൻ്റെ സ്വന്തം പപ്പയാ, എൻ്റെ അമ്മയാ, എൻ്റെ സ്വന്തം അമ്മയാ, ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇവരെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുകയാണ്. നമ്മുടെ നന്ദയ്ക്ക് ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. ഏതായാലും പിങ്കി പറയുന്നുണ്ട്, നന്ദ താങ്ക്സ് നന്ദ, ഇത്ര ഏതായാലും ചെയ്തു തന്നതിന് വളരെ ഉപകാരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ ഈ കുട്ടിയോട് മനഃപൂർവ്വം ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറയുകയും ഇല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ ഈ കുട്ടി ഞാൻ ആരോടെങ്കിലും പറയുന്നത് കേട്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. നന്ദുമോൻ ഇത് എങ്ങനെയാ അറിഞ്ഞത് എന്ന് നന്ദുമോനോട് ചോദിക്കുമ്പോൾ, അത് പിന്നെ അവിടെ വരുന്ന അങ്കിളില്ലേ, ആ അങ്കിളിനോട് പറഞ്ഞില്ലേ ഡോക്ടർ ആന്റി, അപ്പോഴാണ് ഞാൻ കേട്ടത്. ഓ മോൻ അപ്പോഴല്ലേ കേട്ടത്. ഏതായാലും ദേ ഞാനൊരു കാര്യം പറയാം, ഇനി ഒരിക്കലും പപ്പേനെയും അമ്മേനെയും വിഷമിപ്പിക്കാൻ പാടില്ല. പപ്പയുടെ അമ്മയുടെയും കൂടെ ഏത് നേരം മോനുണ്ടായിരിക്കണം. എനിക്ക് പിന്നെ ഈ ഡോക്ടർ ആന്റി പോവാണേ, മോന് ഇനി ട്രീറ്റ്മെന്റ് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദ അവിടെ നിന്ന് കുട്ടീനെയും പിങ്കിനെയും ഗൗതമിനെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ ഗൗതമിന് ദേഷ്യം തന്നെയാണ്. അവളെല്ലാം മനസ്സ് തുറന്ന് നിർമ്മലിനോട് പറയുന്നുണ്ട്. അവരുടെ ബന്ധം അത്രയ്ക്ക് ഡീപ്പാണ്. ഒരു പെണ്ണെല്ലാം തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം തന്നെയാണ് അവർ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തുറന്നു പറച്ചിലൊക്കെ ഉണ്ടായതും എൻ്റെ മോൻ കേട്ടതും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തറപ്പിച്ച് വിശ്വസിക്കുകയാണ്. ഏതായാലും നമ്മുടെ നന്ദയോട് ഒരു തരി സ്നേഹമോ കരുണയോ അല്ലെങ്കിൽ ഒരു ഇതുപോലും നമ്മുടെ ഗൗതമിനില്ല. അത് വേറെ കാര്യം. ഈ സമയത്താണെങ്കിൽ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നു, താലോലിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗൗതം മോനോട് പറയുകയാണ്, നമ്മൾ ഒരു ഫാമിലിയാണ്, നമ്മൾ 3 പേരും ഒരു ഫാമിലിയാണെന്ന് പറയുമ്പോഴത്തേക്കും കുട്ടി പറയാണ്, നമ്മൾ 3 പേരും അല്ലല്ലോ ഒരു ഫാമിലി, നമ്മൾ 5 പേരാണ് ഒരു ഫാമിലി. അതെ ഗൗരിമോളും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ആന്റിയും കൂടെ ഇല്ലേ, നമ്മളല്ലേ ഒരു ഫാമിലി. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഞെട്ടിപ്പോവാട്ടോ ഗൗതം. കുട്ടിക്ക് നന്ദയോടും അതുപോലെ ഗൗരിയോടും ഉള്ള സ്നേഹമാണ് ആ കുട്ടി പറയുന്നത്. അതായത് ഈ സമയത്താണെങ്കിൽ പിങ്കി വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്.
അപ്പൊ പിങ്കി കുട്ടിയോട് പറയുന്നുണ്ട്, മോന്റെ യഥാർത്ഥ അമ്മയാണ് ദേ ഞാൻ. ഒരിക്കലും മോന്റെ യഥാർത്ഥ അമ്മ ആരാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ മോന്റെ യഥാർത്ഥ അമ്മ ആരാ? ഈ പിങ്കിയമ്മയല്ലേ. പിങ്കിയമ്മ മോനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? പിങ്കിയമ്മ മോന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് മോൻ ഒരിക്കലും ഇനി ഇങ്ങനെയൊന്നും പറയുകയും കാണിക്കുകയും ചെയ്യരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയുകയും കാണിക്കുകയും ചെയ്യില്ല. എൻ്റെ അമ്മ പിങ്കിയമ്മ, എൻ്റെ അപ്പ ഗൗതമപ്പ, ഇവര് രണ്ടുപേരുവാ എൻ്റെ അമ്മയപ്പ. ഞാൻ ഇനി നിങ്ങളെ വേദനിപ്പിക്കില്ല, ഡോക്ടർ ആൻറ്റി പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല എന്ന് പറയാം. അപ്പോഴും കൊച്ചു പറയുന്നത് ഡോക്ടർ ആൻറ്റി പറഞ്ഞല്ലോ എന്നാണ്. ഈ സീൻ കഴിഞ്ഞ് പിന്നെ മോഹിനിയാണ് കാണിക്കുന്നത്. മോഹിനിയാണെങ്കിൽ ഏച്ചി കെട്ടിയാൽ മുഴച്ചിരിക്കും, അല്ലെങ്കിലും അങ്ങനെ തന്നെയാ. ഏച്ചി കെട്ടിക്കൊണ്ട് നടന്നോ മുഴച്ച് തന്നെ ഇരിക്കും. ആ കുട്ടിയെല്ലാം സത്യം അറിഞ്ഞതുകൊണ്ട് ഇനിയിപ്പം പിങ്കി നിനക്ക് ആ സ്നേഹമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പിങ്കിയുടെ മുമ്പിൽ വന്ന് തലയണ മന്ത്രം ചെല്ലുകയാണ്. അപ്പൊ പിങ്കി ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇനി ആരും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത്. അവൻ എൻ്റെ മോനാണ്, അത് അവന് മനസ്സിലായി കഴിഞ്ഞു. അവൻ ആരെക്കാളും വലുത് ഞാനും ഗൗതമും തന്നെയാണ്. അതുകൊണ്ട് ഇനി ആരും ഇതിനെക്കുറിച്ച് ഓവറായിട്ട് സംസാരിക്കോ പറയുകയോ ഒന്നും ചെയ്യണ്ട. ഞാൻ എന്നും എൻ്റെ മോനെ പോലെ തന്നെ അവനെ കണ്ടിട്ടുള്ളൂ, ഇനി അങ്ങോട്ടേക്കും അങ്ങനെ തന്നെയാണ് കാണുന്നതെന്ന് പറയുമ്പോൾ, നന്ദ കയറി അവന്റെ മനസ്സിൽ കൂടിയിരുത്തിയിട്ടുണ്ട്. നീ എത്ര വിളിച്ചിട്ട് ഇറങ്ങി വന്നോ പിങ്കി? ഇല്ലല്ലോ. അതിന് നന്ദ ഡോക്ടർ വേണ്ടി വന്നു, അവന്റെ നന്ദ ഡോക്ടർ ആൻറ്റി വേണ്ടി വന്നു. അതുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ എത്രയോ വലിയൊരു സ്ഥാനമാണ് നന്ദയ്ക്കുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ മാത്രമല്ല, മിക്കവാറും ഗൗതമിന്റെ മനസ്സിലും നന്ദ കയറി പറ്റുന്ന മട്ടാണ് എന്നിങ്ങനെ പറയാണ് മോഹിനി. അപ്പോഴത്തേക്കും, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മോൻ ചെറിയമേ, പറയുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാ, ഇനി ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കണ്ട. പിന്നെ പവിത്ര ഗർഭിണിയാണെങ്കിൽ അത് നിങ്ങളുടെ മകന്റെ കൊച്ചാണല്ലോ, അതും കൊണ്ട് അങ്ങ് ഇരുന്നാ മതി. എന്റെ നന്ദുമോനെയോ എന്നെയോ വേദനിപ്പിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവമെല്ലാം ഞാൻ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുക. അറിയാലോ ഈ പിങ്കി ആരാണെന്നും എന്താണെന്നും ഒക്കെ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയമാണെങ്കിൽ നമ്മുടെ മോഹിനി പവിത്രോട് പറയുന്നുണ്ട്, അവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഏച്ചി കെട്ടിയ മുഴച്ചിരിക്കും മോളെ, അല്ലെങ്കിലും മോളുടെ കുഞ്ഞിങ്ങോട്ടൊന്ന് വന്ന് വീഴട്ടെ. എല്ലാവർക്കും ഇതിനോടുള്ള സ്നേഹമൊന്നും ഉണ്ടാവത്തൊന്നുമില്ല. അല്ലെങ്കിലും രക്തം ഒരിക്കലും അല്ലല്ലോ, രക്തത്തെ തിരിച്ചറിയുന്ന സമയം വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പം, അതും ഒരു ആൺകുഞ്ഞ്. ഇനിയിപ്പം നാളെയും പോണമല്ലോ ക്ഷണപ്രദക്ഷിണം നടത്താനായിട്ട്. ആ കുന്നും മലയും കയറി പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ പിന്നെ സാരമില്ല, ഒരു മകന് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹിനി അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അരുന്ധതിയും ലക്ഷ്മിയും വന്ന് പിങ്കിയോട് പറയുന്നുണ്ട്, മോളെ ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചേക്കുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും കുട്ടിക്ക് നന്ദയോട് ഭയങ്കര സ്നേഹമുണ്ട്. ആ പെൺകുട്ടിയോട് മാത്രമല്ല നന്ദയോടും ഭയങ്കര സ്നേഹമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ട്രീറ്റ്മെന്റിന് വിടണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം അങ്ങോട്ടേക്ക് ട്രീറ്റ്മെന്റിന് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഓരോ ദിവസം ചെല്ലുന്തോറും ആ കുട്ടിയും നന്ദയും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൂടുകയുള്ളൂ. അതുകൊണ്ട് അത് നിനക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഇനി ട്രീറ്റ്മെന്റിന് വിടണ്ട എന്ന് പറയുമ്പോഴത്തേക്കും പിങ്കി പറയുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ സ്വപ്നം പിന്നെ ആരാ സഫലമാക്കി കൊടുക്കുന്നത്? നന്ദ വിചാരിച്ചാൽ മാത്രമല്ലേ പറ്റത്തുള്ളൂ. അതിനല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. എൻ്റെ കുട്ടിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ഒന്ന് ഓടുക, എല്ലാവരുടെയും കൂടെ ഒന്ന് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുക. ആ ഒരു മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇല്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ കുട്ടീനെ ഞാൻ ട്രീറ്റ്മെന്റിന് അവിടെ ആക്കും. കണ്ടില്ലേ, ഇപ്പം ബ്രേസ്ലെറ്റ് ഊരി വരെ എൻ്റെ കൊച്ചു നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നന്ദ കാരണമാണ്. പിന്നെ നന്ദയ്ക്കൊരു അബദ്ധം പറ്റി, അതിനിപ്പോൾ എന്ത് ചെയ്യാനാ? ഏതായാലും എന്തെങ്കിലും അറിയേണ്ടതല്ലായിരുന്നോ എൻ്റെ നന്ദുമോനെ? ഇപ്പം കുറച്ച് നേരത്തെ ആയിപ്പോയി, അറിഞ്ഞു, എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അതോർത്തിട്ട് ആശ്വസിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദ നിർമ്മലിനോട് പറയുന്നുണ്ട്, ഒരു വിധത്തിലാണ് ഞാൻ ആ കുട്ടീനെ ചെന്ന് സമാധാനിപ്പിച്ചതും കുട്ടീനെ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തതും. ഏതായാലും ആ കുട്ടി സത്യങ്ങളൊക്കെ അറിഞ്ഞ് എൻ്റെ വായിൽ നിന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അത് പിങ്കിക്കോ ഗൗതമിനോ സഹിക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ യഥാർത്ഥ മനസ്സ് കണ്ട് ഞാൻ ആ കുട്ടീനെ അത്രമാത്രം പിങ്കി സ്നേഹിക്കുന്നുണ്ട്. ഒരു ദത്തെടുത്ത കുട്ടി ഇങ്ങനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ കുട്ടിക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് മടങ്ങി പോകണം. അവരുടെ ജീവിതത്തിൽ ഒരു കല്ലുവടിയായിട്ട് ഞാൻ മാറാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദ നമ്മുടെ നിർമ്മലിനോട് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ കുട്ടിക്കൊരു മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പോർട്സ് പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിലേക്ക് കുട്ടിക്ക് മത്സരിക്കണം. അപ്പം കുട്ടി അത് ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ആ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഗൗതമും പിങ്കിയും കൂടെ തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ നമ്മുടെ നന്ദയുടെ അടുത്ത് ഈ കുട്ടീനെ വിടാതെ തന്നെ അങ്ങോട്ടേക്ക് വിടാമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഇതിനിടയിൽ ഈ കുട്ടി ഒന്ന് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനിടയിലായിട്ട് വേറെ ഒരു വലിയ സംഭവം നടക്കുന്നത്, ആ കൗൺസിലർ വരുന്നതാണ്. കൗൺസിലർ വന്നു കഴിയുമ്പോഴാണ് ഇന്ദീവരം തറവാട്ടിൽ നമ്മുടെ നന്ദയെക്കുറിച്ചുള്ള ആ മുഖഛായ അങ്ങ് മാറിയിട്ട് നമ്മുടെ നന്ദ വെറും പിഴച്ചവളാണെന്നും നമ്മുടെ നന്ദയ്ക്ക് അവിഹിതമാണ് നിർമ്മലായിട്ടെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത് ആ കൗൺസിലർ. ഏതായാലും അതൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. നാളത്തെ വിശേഷവുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇത്രയേറെ സപ്പോർട്ട് ചെയ്തതിന്, നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ഇത്രയും വരെ വളർത്തിക്കൊണ്ട് വന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ
രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെയും ആദർശിൻ്റെയും കഥ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടാട്ടോ മറ്റ് വീഡിയോസൊന്നും നമ്മൾ മറ്റ് കഥയൊന്നും ഇപ്പം തൽക്കാലം ഏറ്റെടുത്ത് ചെയ്യാത്തത്. വെക്കേഷനിൽ ഇങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യണം എന്ന് ഓർത്തിരുന്നതായിരുന്നു. പക്ഷേ എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൈഗ്രെയിൻ, അതുപോലെ തന്നെ ഇപ്പം മുണ്ടുനീരൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് അങ്ങോട്ട് നല്ല കൺട്രോളിൽ വന്നിട്ടില്ല. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു സംസാരിക്കുമ്പം ഈ വായ അങ്ങോട്ട് ഉടങ്ങി വെള്ളമൊക്കെ അങ്ങോട്ട് വരണ്ട്, വായ്ക്കകത്ത് വെള്ളമേ വരുന്നില്ല, ഉമിനീരേ വരുന്നില്ല. അതെന്താണെന്നറിയില്ല. ഈ മുണ്ടുനീര് വന്നവർക്കൊക്കെ ഇങ്ങനെയാണോ? ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ മുണ്ടുനീര് വന്നവർക്കൊക്കെ ഇങ്ങനെ ആയിരിക്കുമോ? അതായത് വായുടെ അകത്ത് മുഴുവൻ നമുക്കൊരു ഉണക്ക് ഫീൽ ചെയ്യാണ്, അത് ഡ്രൈ ആകുകയാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എൻ്റെ ഒരു ചെറിയ സംശയമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുണ്ടുനീരിൻ്റെ തന്നെയാണോ അതോ ഇനിയിപ്പം കുറച്ച് BP ഒക്കെ ലോ ആണ്, ഇപ്പം അതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ.